ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി നോക്കിയാലോ. ഇതിനാവശ്യമായിട്ടുള്ള സവാള, തക്കാളി, കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. സവാളയും തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാം. കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് ചതച്ചാണ് എടുക്കേണ്ടത്. അങ്ങനെ സവാളയും തക്കാളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തായി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി കൂടി നമുക്ക് മിക്സിയിലെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. അടുത്തത് നമ്മൾ കുക്കർ എടുത്തേക്ക്. കുക്കറിൽ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ചേർക്കുകയാണ്. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗരം മസാല കൂട്ടുകൾ ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള അതിൻ്റെ അകത്തേക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചതച്ച് വെച്ച പേസ്റ്റാണ്. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അടുത്തായി നമുക്ക് പൊടികളിടാം. അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എടുത്തു വെക്കുന്നത് തന്നെ ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റിലാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അല്പം ആഡ് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിട്ട മസാല എല്ലാം കൂടി ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം വരുന്ന ഒരു 5 അല്ലെങ്കിൽ 6 വിസിൽ വരുന്നത് ലോ ഫ്ലെയിമിലും ഇട്ടാണ് നമ്മൾ എടുക്കുന്നത്. വിസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തോന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫാണെങ്കിൽ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മസാലക്കൂട്ടെല്ലാം ബീഫിലേക്ക് നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.